ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? ഞങ്ങളത് പറയാം. ഇപ്പം ഞങ്ങൾ തൊട്ട് മുമ്പ് വരെ അപ്പുറത്തിരുന്നാണ്, അപ്പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്, ഇപ്പുറത്ത് വന്നപ്പോൾ മാറ്റി പറയുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാം. സാർ, അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണ് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അതെ, അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ പറയുമ്പോൾ അല്ല അപ്പുറത്തിരിക്കുന്നു ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ എന്താ പെട്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായം മാറിയോ? ഇല്ല, അഭിപ്രായം മാറിയില്ല എന്നുള്ളതുകൊണ്ടാണ് 2 തവണ 2018-ലും 2022-ലും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. സാർ, എന്ന് മാത്രമല്ല ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് ടാക്സിന്റെ പെർസെന്റേജ് ഡിവിസിബിൾ പൂളിൽ തന്നിരുന്നത് 1.92% ആയിരുന്നു. സാർ, കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 1.92% ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി പോയി ഫൈറ്റ് ചെയ്തതും പുറത്ത് നടത്തിയ സമരവും ഡൽഹി നടത്തിയ സമരവും എല്ലാം നടത്തി. ആ സമരത്തിനൊക്കെ ഒരു പിന്തുണയും അന്നത്തെ പ്രതിപക്ഷം തന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നില്ല. സാർ, അതൊക്കെ തരാതിരുന്നതാണ്. അങ്ങനെ തരാതിരുന്ന ആളുകൾ ഞങ്ങൾ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിന് മുന്നിൽ കണക്കുകൾ കൊടുത്ത്, സാർ, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ധനകാര്യ പെർസെൻറ്റേജ് 1.92 ആണെങ്കിൽ ഇപ്പോൾ 2.38 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി അധികം ഉണ്ട്. 10,000 കോടി ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിലപാടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട്. സാർ, മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ, അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് പ്രാവശ്യം നികുതി വർധനവുണ്ടായപ്പോൾ ഇത് കുറയ്ക്കണം, ഇതിനകത്ത് ഒരു ഭാഗം നിയമസഭയുടെ റെക്കോർഡുണ്ട്, ഒരു ഭാഗം നികുതി മുഴുവൻ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ഒരു ഗവൺമെന്റിന് ഒഴിവാക്കാൻ പറ്റില്ല. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളത് പറയാൻ കാരണം അതിനു മുൻപ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിന് 4 തവണയും ഡീസലിന് 2 തവണയും അധിക നികുതി വരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിലൂടെ പെട്രോളിൽ നിന്നും 375.75 കോടി രൂപയും ഡീസലിൽ നിന്നും 243.42 കോടി രൂപയും അന്നത്തെ സർക്കാർ 2011 മുതൽ 2016 വരെയുള്ള സർക്കാർ വേണ്ടെന്ന് വെച്ചു. അതായത് മൊത്തം 619 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലത്ത് 2016 മുതൽ 2025 ജനുവരി 31 വരെ ഈ ഡീസൽ പെട്രോളിന്റെ വില വർധനവിന്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന ഇവിടെ ഈ റെക്കോർഡിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? അതാണ് എന്റെ ചോദ്യം. പിന്നീട് ഇവിടെ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ 11 മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുണ്ടായതും വില വർധനവുണ്ടായ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്.
എന്തുകൊണ്ടാ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 100-500 കോടി രൂപയാണ്. 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കടം ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടണ്ടേ? ഇൻഫ്ലേഷണറി പ്രഷർ എന്ന് പറയുന്നത് കേരള ഇക്കോണമിയുടെ മീതെ വർദ്ധിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് റെമിറ്റൻസ് കുറയാണ്. നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. ആ റെമിറ്റൻസ് ഒരു വശത്ത് കുറയാണ്. യുദ്ധത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പേര് പറഞ്ഞ് വലിയ തോതിൽ പാചകവാതകത്തിന്റെയും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ, നാണ്യപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം വീണ്ടും അത് താങ്ങേണ്ട സ്ഥിതിയാണ്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകും. LPG സിലിണ്ടറിന്റെ കാര്യം മാത്രം 25% വരെ ഹോട്ടലിലെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർധനം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് 1000-കണക്കിന്. അതുപോലെ ഇറഗുലാരിറ്റീസ്, ഈ സിലിണ്ടർ ഇത് കരിഞ്ചന്തയിലാണ്. യഥാർത്ഥത്തിലുള്ള സിലിണ്ടർ വിതരണം കൃത്യമായി നടന്നാൽ ഒരു സിലിണ്ടർ ക്ഷാമം ഉണ്ടാവില്ല. ഇത് കരിഞ്ചന്തയിലാണ് യഥാർത്ഥത്തിൽ സിലിണ്ടർ നടക്കുന്നത്. അതിൽ ഇറഗുലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സിലിണ്ടർ വാഹനത്തിൽ കൊണ്ടുപോയ അനധികൃതമായി കൊണ്ടുപോയ സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിശക്തമായ നീക്കം, ഈ കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നീക്കം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ തരത്തിലും ഈ ക്രൂഡ് ഓയിലിന്റെ വില, ഈ LPGയുടെ വില വർദ്ധിച്ചത് ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രണത്തിനും ഈ LPG ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇനി പെട്രോൾ ഡീസൽ വില വർധന ഏറ്റവും കൂടി നിന്ന സമയത്താണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ പേരിൽ അങ്ങ് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോ ഇന്ധന സെസ് 2 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അല്ല, അങ്ങ് അന്നത്തെ എന്റെ പ്രസംഗവും കൂടി ഒന്ന് കോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്. ഈ 2 രൂപ ഇപ്പോൾ വില കൂടി നിൽക്കുമ്പോൾ വർദ്ധിച്ചാൽ, കാരണം കേരളം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ട്രക്കുകളിലാണ് വരുന്നത്. ഡീസലാണ്. പെട്രോളിനെക്കാളും കൂടുതൽ കൺസംഷൻ നടക്കുന്നത് ഡീസലാണ്. ഡീസൽ കൺസംഷനാണ്. ആ ഡീസൽ കൺസംഷൻ മാഹിയിൽ വരുമ്പോൾ വേറെ വില, തമിഴ്നാട് അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില, കർണാടക അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില. വലിയ വില വ്യത്യാസം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ട്രക്കുകൾ അവർ ഫുൾ ലോഡ് സംസ്ഥാന അതിർത്തിയിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് വരും, ഫുൾ ലോഡ്. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു, ഇതിന്റെ നിങ്ങൾ ഈ 2 രൂപ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നികുതി നഷ്ടം ഉണ്ടാവും. കാരണം ഡീസലിന്റെ കൺസംഷൻ കുറയും എന്ന് പറഞ്ഞു. അന്ന് അങ്ങ് പരിഹസിച്ചൊന്നും ഞാൻ പറയില്ല, അങ്ങ് പറഞ്ഞു ഒരു കൺസംഷനും കുറയാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാനത് ഓർത്തു വെച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് ഡീസൽ കൺസംഷന്റെ കണക്ക് കാണിച്ചു. 1.5 കോടി ലിറ്ററിന്റെ ഡീസലിന്റെ കൺസംഷൻ കുറവുണ്ടായി. 1.5 കോടി ലിറ്റർ. തെറ്റായ തീരുമാനമായിരുന്നു ആ സെസ് കൂട്ടാനുള്ള തീരുമാനം. അന്നത്തെ കാലത്ത് തെറ്റായ തീരുമാനം. കാരണം ഈ ട്രക്കുകളെല്ലാം പുറത്തുനിന്ന് അടിച്ചു. അതുമാത്രമല്ല, ഇപ്പോഴും കേരളത്തിലേക്ക് അനധികൃതമായ ഡീസൽ, ഈ പെട്രോൾ വലിയ തോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഒരു ടാക്സും കൊടുക്കാതെ, നമുക്ക് ടാക്സ് ഉണ്ടല്ലോ, സ്റ്റേറ്റിൽ ഒരു ടാക്സും കൊടുക്കാതെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുക. അത് തടയാനുള്ള അതിശക്തമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. അങ്ങയുടെ കാലത്താണ് ഈ അപകടം മുഴുവൻ ഉണ്ടായത്. ഈ അപകടം മുഴുവൻ
1.5 കോടി ലിറ്ററിന്റെ ഡീസലിന്റെ കൺസംഷൻ കുറയുകയും വ്യാപകമായ നികുതി നഷ്ടം ഈ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്തത് ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കി, ആ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള കുറവുകൾ മനസ്സിലാക്കി ഞങ്ങൾ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. വിലവർദ്ധനവ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കാൻ ഫസ്റ്റ് പ്രയോറിറ്റി. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി അതാണ്. വിലവർദ്ധനവ് തടയാൻ, ഈ നാണ്യപ്പെരുപ്പം കുറച്ച് വിലവർദ്ധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ അങ്ങ് ഫിനാൻസ് കമ്മീഷന്റെ 15ാമത് ഫിനാൻസ് കമ്മീഷൻ 16ാമത് ഫിനാൻസ് കമ്മീഷനായി മാറിയ കാര്യവും ഞങ്ങൾക്ക് 1.92 കിട്ടിയെന്ന് പറഞ്ഞു. അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തുനിന്നുണ്ട്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൗചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇപ്പോൾ എന്ത് 16ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ എന്ത് കിട്ടുന്നില്ല എന്നൊക്കെ കൃത്യമായി അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പം ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ആ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് ഞങ്ങളതൊരു ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പേപ്പർ, അത് ഈ കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ പേപ്പറാണ്. അതിനുള്ള മറുപടി ഉണ്ടാവും.